2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഉസ്താദ് മരണപ്പെട്ടു പോയി. വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു മരണവാർത്തയായിരുന്നു അത്. ജലാൽ ഉസ്താദാണ് യാത്രയായത്. തെന്നല CM മർക്കസിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. മരണപ്പെട്ടുപോയി എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത്. അതിലേറെ വിഷമം തോന്നിയത് അദ്ദേഹത്തിന്റെ ഭാര്യ, പ്രിയ പത്നി ഗർഭിണിയായിരുന്നുവെന്നുള്ളതാണ്. തന്റെ പ്രിയതമയുടെ വയറ്റിൽ കിടക്കുന്ന തന്റെ ആ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ കഴിയാതെ അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുകയാണ്. നമുക്ക് ഇത്രത്തോളം സങ്കടകരമായ ഒരു വാർത്തയാണിത്. നമുക്കറിയാം, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഉപ്പയാകുക, അല്ലെങ്കിൽ ഒരു പിതാവാകുക, അച്ഛനാവുക എന്നൊക്കെ പറയുന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ്. സന്താനങ്ങൾ എന്നുള്ളത് പടച്ചവൻ നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ്. നമുക്കറിയാം, എത്രയോ വർഷക്കാലമായി എത്രയോ സഹോദരിമാർ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിക്കാല് കാണുവാൻ വേണ്ടി വർഷങ്ങളോളമായി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രയാസങ്ങളിലൂടെയും വിഷമങ്ങളിലൂടെയും ആ സഹോദരിമാർ കടന്നു പോകുന്നുണ്ട്. ആ സഹോദരിമാരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുത്തുകൊണ്ട് അവർക്ക് ഗർഭിണിയാകാൻ, ഒരു കുഞ്ഞുണ്ടാകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ ജലാൽ ഉസ്താദ് തന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ കാണാൻ സാധിക്കാതെ മരണപ്പെടുകയാണ്. നാളെ സ്വർഗത്തിൽ രണ്ടുപേരെയും, ആ കുഞ്ഞിനെയും അദ്ദേഹത്തെയും സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടട്ടെ. സമസ്ത കർണാടക ജമിയത്തുൽ ഉലമ പ്രസിഡന്റും നിരവധി മഹല്ലുകളുടെ ഖാളിയുമായ ഷെയ്ഖുന സൈനുൽ ഉലമ മാണി ഉസ്താദിന്റെ പേരമകൻ കൂടിയാണ് ജലാലുദ്ദീൻ ഹുമൈദി. കുറച്ചുകാലം ബദരിയ ജുമാ മസ്ജിദ് തെക്കറിൽ മുതഅല്ലിമായും അതോടൊപ്പം മുഅദ്ദിമായും സേവനമനുഷ്ഠിച്ച ഉസ്താദായിരുന്നു ജലാൽ ഉസ്താദ്. കുറച്ചു നാളുകൾക്ക് മുമ്പാണ്, ഏകദേശം എനിക്ക് തോന്നുന്നു നവംബറിന്റെ തുടക്കത്തിലാണ് ഇദ്ദേഹത്തിന് ഒരു അപകടമുണ്ടാകുന്നത്. രാത്രിയോടുകൂടി ചിക്കമംഗളൂരുവിൽ ഡ്യൂട്ടിക്കായിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങി പിന്നീടൊരു ജീപ്പിൽ മുഅല്ലിം മെഹർജാന്റെ പ്രോഗ്രാമിലേക്ക് പോകുന്ന സമയത്താണ് അപകടം സംഭവിക്കുന്നത്. അപകടമുണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നട്ടെല്ലിന് വലിയ രീതിയിൽ പരിക്കേറ്റിരുന്നു. പിന്നീട് ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല എന്നാണ് പറഞ്ഞു വെച്ചത്. ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം ആ ഒരു അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തല മാത്രമാണ് ആ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു ഭാഗമെന്ന് പറയുന്നത്. അന്നൊരുപാട് ആളുകൾ പ്രാർത്ഥിക്കണമെന്നും ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് രംഗത്ത് വന്നു. അദ്ദേഹത്തിന് ഒരു ചെറിയ കുട്ടി കൂടിയുണ്ട്. രണ്ടാമതായി, അദ്ദേഹത്തിന്റെ ഭാര്യ 8 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. വേദികളിൽ അദ്ദേഹം മനോഹരമായിക്കൊണ്ട് നല്ല മധുഗാനങ്ങളൊക്കെ ആലപിക്കാറുണ്ട്. അതിന്റെ വീഡിയോകളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കാണാനിടയായി. ആ വീഡിയോ കൂടി ഞാനൊന്ന് കാണിക്കാം. അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂല്, ഈരേഴ് ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്, നേരായ ദീനിൽ കീർത്തിയോതിയ റസൂല്, ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല്, റസൂലേ ശറഫാനൂരേ ജമാലേ ഹാഷിമി നസീബി ഈ ആലമാകെ പോരിശയാക്കി റസൂല്, അല്ലാഹുവിന്റെ ദൂതരായ ഫിർദൗസിൽ പന്തലൊന്നൊരുങ്ങണ്, ജിൽ ജിൽ കീലുക്കിയെന്ന് ദഫ്ഫുമേളമുയരണ്. ജന്നാത്തുൽ ഫിർദൗസിൽ പന്തലൊന്നൊരുങ്ങണ്, ജിൽ ജിൽ കീലുക്കിയെന്ന് ദഫ്ഫുമേളമുയരണ്. താഹ നബി വെള്ളപ്പീലിലേറി മാറൻ ചമയണ്, താഹ നബി വെള്ളപ്പീലിലേറി മാറൻ ചമയണ്. ദാവൂദർ വീണ മീട്ടി കോപ്പ കൂട്ടി നിൽക്കണേ, ദാവൂദർ വീണ മീട്ടി കോപ്പ കൂട്ടി നിൽക്കണേ. അസിയ ബീവി മറിയം കൂടി, അസിയ ബീവി മറിയം കൂടി താഹയൊത്തെഴുന്നള്ളലാ. നോക്കി എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം മദ്ഹ് ഗാനങ്ങൾ ആലപിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ പ്രിയ പത്നിക്ക് എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.